2023 ലാസ്റ്റ് ആയിട്ട് സ്പാനിഷ് ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു അടിപൊളി സർവൈവൽ സ്റ്റോറിയാണ് സിറ്റി ഓഫ് ദ സ്നോ. ഈ മൂവിയുടെ സ്റ്റോറിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 1972 നടന്ന ഒരു പ്ലെയിൻ ക്രാഷിനെ ബേസ് ചെയ്ത് എടുത്തൊരു മൂവിയാണ്. അപ്പോൾ വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ ഞാൻ നേരെ റിവ്യൂയിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ മൂവിയുടെ ഫസ്റ്റ് തന്നെയായിട്ട് നമുക്ക് കാണിക്കുന്നത് ഒരു കൂട്ടം ഫ്രണ്ട്സിനെയാണ്. അവരെല്ലാവരും ഒരു കളിയിലാണ്. അങ്ങനെ കളിയുടെ അവസാനം അവരെങ്ങനെ ആ കളിയിൽ പരാജയപ്പെടുകയാണ്. അതിൻ്റെ വിഷമം മാറാനായിട്ട് അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടാണ്. അവിടെ വെച്ചിട്ട് അവർ ചില പ്ലാനിങ് എല്ലാം നടത്തുകയാണ്. അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. അവർ പോവാൻ ഉദ്ദേശിക്കുന്നത് ചിലിയിലെ സാന്റിയാഗോയിലേക്കാണ്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും പാടെ ട്രിപ്പിന് വേണ്ടി റെഡി ആകുമ്പോൾ അതിലെ ഒരാൾ മാത്രം ആ ട്രിപ്പിന് വില്ലിങ് ആയിരിക്കില്ല. അവൻ്റെ പേരാണ് നൂമ. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ കേട്ടോ. അപ്പൊ നൂമയ്ക്ക് ഈ ട്രിപ്പിന് വരാൻ തീരെ താല്പര്യമില്ല. പക്ഷെ നൂമയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പാച്ചോ പറയാണ്, ഈ ഗ്രാജുവേഷന് ശേഷം നീ നിന്റെ ജോലി തിരക്കായിട്ട് അങ്ങനെ ബിസി ആയിരിക്കും, ഞാനും എൻ്റെ ജോലിയായിട്ട് വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മുടെ രണ്ടുപേരുടെയും അവസാനത്തെ ട്രിപ്പ് ആയിരിക്കും. അപ്പൊ നമുക്കിത് മാക്സിമം എൻജോയ് ചെയ്യാൻ നീയും ഞങ്ങളുടെ കൂടെ പോരൂ നൂമ എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അതിലങ്ങനെ നൂമ ആ ട്രിപ്പിന് വേണ്ടി റെഡി ആവാണ് സാന്റിയാഗോയിലേക്ക് പോവാനായിട്ട്. അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ആ ട്രിപ്പ് അങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് ആർത്ത് ഉല്ലസിച്ച് ഒരു സ്കൂൾ ട്രിപ്പല്ല നമ്മൾ പോയില്ലേ, ആ ഒരു ലാഘവത്തിൽ ഇവർ ആ ട്രിപ്പ് അങ്ങനെ തുടങ്ങുകയാണ്. അവർ പോവാൻ ഉദ്ദേശിക്കുന്നത് ആൻഡസ് മൗണ്ടന്റെ മുകളിലൂടെയാണ്. അപ്പോൾ ആൻഡസ് മൗണ്ടൻ എന്ന് പറയുന്നത് വളരെ തണുപ്പ് മഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ അവർ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് ആ യാത്ര അത്ര സുഖകരമായിരിക്കില്ല. യാത്രയുടെ തുടങ്ങുന്ന സമയത്ത് ആരും ഇരിക്കാത്ത സമയത്ത് ആ പ്ലെയിൻ അങ്ങനെ ക്രാഷ് ആണ്. വലിയ ഒരു ശബ്ദത്തോടെ ആ പ്ലെയിൻ അങ്ങനെ പീസുകളായിട്ട് പോവാണ്. ഒരുപാട് ആളുകൾ തൽക്ഷണം തന്നെ മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണിക്കുന്നത് വലിയൊരു ഇരുട്ടാണ്. ആ ഇരുട്ടിന് ശേഷം ഒരുപാട് ആളുകളുടെ കൂട്ട നിലവിളികളാണ് നമുക്ക് കേൾക്കുന്നത്. അങ്ങനെ നൂമ കണ്ണു തുറന്നു നോക്കുകയാണ്. താൻ മരിച്ചിട്ടില്ല എന്ന കാര്യം അവൻ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൻ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ കുറച്ച് ആളുകളെ ഇവനെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ നൂമയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. ചെറിയ ചെറിയ പരിക്കുകളെ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ഇതേപോലെ രക്ഷപ്പെട്ട ആളുകളെല്ലാം പാടെ നൂമേനെയും കുറച്ച് എല്ലാവരെയും പുറത്തേക്ക് എടുക്കുകയാണ്. അതിൽ പൈലറ്റ് റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ പൈലറ്റ് മരിച്ചു പോയിട്ടുണ്ടാവും. രാത്രിയാവാണ്. രാത്രി കാലങ്ങളിൽ ഇവർ ഉദ്ദേശിച്ചതിൽ അപ്പുറത്തായിരിക്കും അവിടുത്തെ തണുപ്പ്. അവർക്ക് ആ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. കാരണം മതിയായ വസ്ത്രങ്ങളോ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പരിക്കേറ്റ ആളുകൾ വാവിട്ട് നിലവിളിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ, ഈ തണുപ്പിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് കരയാണ്. പക്ഷേ ദൈവം പോലും ആ വിളി കേൾക്കുന്നില്ല. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവരെല്ലാവരും കാണുന്നത് തങ്ങളോടൊപ്പം കിടന്നിരുന്ന അതിൽ 1-2 ആളുകൾ മരിച്ചു പോവാണ്. അങ്ങനെ താൻ മരിച്ചിട്ടില്ല എന്ന സത്യം നൂമ മനസ്സിലാക്കാണ്. അവർ മഞ്ഞിന്റെ ലോകത്ത് അവർ മാത്രം ഒറ്റപ്പെട്ടതായിട്ട് അവർക്ക് തോന്നാണ്. ചുറ്റും കണ്ണെത്താ ദൂരത്ത് മഞ്ഞ് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് അവരെല്ലാവരും ഒരുപാട് ആലോചിക്കും. എന്നാൽ അതിൽ കുറച്ച് പേർ അങ്ങനെ ആലോചിച്ച് നിൽക്കാൻ തയ്യാറുള്ളവരല്ലായിരുന്നു. അവർ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അവർ ആ പരിക്ക് പറ്റ ആളുകളെയെല്ലാം അതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റുകയാണ്. എന്നിട്ട് വിമാനത്തിന്റെ ഉള്ളിലെ ആ സീറ്റുകളെല്ലാം ഒടിച്ചു മടക്കി അവർക്ക് കിടക്കാനായിട്ടുള്ള ഒരു മെത്ത പോലെ അവർ റെഡിയാക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾക്ക് തണുപ്പ് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല. അവർ മഞ്ഞെല്ലാം വാരി തിന്നുന്നുണ്ട്. അത്രയേറെ അവർ ദാഹിച്ച് വലഞ്ഞു പോയിരിക്കുകയാണ് ആ കൊടും തണുപ്പത്ത്. അങ്ങനെ അവർ ചുറ്റും പിന്നീട് നോക്കി കാണുകയാണ്. അതിൽ കിട്ടിയ ലഗേജിലുള്ള വേണ്ട സാധനങ്ങളെല്ലാം അവർ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ വസ്ത്രങ്ങൾ ഒരു സൈഡിലും ഫുഡ് കാര്യങ്ങളെല്ലാം അവർ മറ്റൊരു സൈഡിലും എടുത്തു വെക്കുകയാണ്. അവർ ഉദ്ദേശിച്ച അത്ര ഫുഡ് കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് നട്ട്സ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ കിട്ടിയ ഭക്ഷണം അവർ പങ്കുവെച്ച് കഴിക്കുകയാണ്. അങ്ങനെ അവർ ആ ദിവസം തള്ളി നീക്കുകയാണ്.
ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മഹാവിപത്താണ് എന്ന് മനസ്സിലാക്കി അതിൽ ആളുകളെല്ലാം പാടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് റേഡിയോ വഴി ഒരു സിഗ്നൽ ഇവിടെ നിന്ന് പാസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആ വിമാനത്തിൻ്റെ അതായത് ആ ബാറ്ററി ഇരുന്ന ഭാഗം അവിടെയാണ് വീണതെന്ന് നൂമ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ആ സ്ഥലം തേടി പോവുകയാണ്. അവർക്ക് നടക്കാനാവുന്നില്ല, അവർക്ക് അതിനുള്ള ആരോഗ്യമില്ല. കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി. എങ്കിലും തങ്ങളുടെ ശേഷിച്ച ആരോഗ്യം വെച്ചിട്ട് അവർ ആ മല കയറുകയാണ്. മല കയറി പോകുമ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവും. ഇനി അഥവാ നേവിയിൽ നിന്ന് ആളുകൾ വന്നാൽ പോലും ഇവർ കാണാത്തത്ര ഒരു ചുഴിയുടെ ഉള്ളിലാണ് ഇവർ അകപ്പെട്ടു പോയത് എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. കാരണം അവർ നിന്ന സ്ഥലത്തുള്ള പ്ലെയിൻ ഇവർക്ക് പോലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ ഭീകരമായിരുന്നു അവിടുത്തെ മഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ ആ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാണ്. നമുക്കിവിടെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇരുട്ടാവുമ്പോഴേക്കും തിരിച്ചു പോവുകയാണ്. അങ്ങനെ രാത്രിയാവുകയാണ്. വീണ്ടും ഇതേ തണുപ്പും വിശപ്പും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമില്ല, ഭക്ഷണമെല്ലാം തീർന്നു പോയിരിക്കുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യുക എന്ന കാര്യം അവരെല്ലാവരും ആലോചിക്കുകയാണ്. വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന അവർക്ക് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വിശപ്പ് മാറ്റാൻ തങ്ങളുടെ സഹജീവികളുടെ ശരീരം അത് അവർ ഭക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിൽ നൂമായും കുറച്ച് ആളുകൾ മാത്രം അതിനോട് പിൻവലിഞ്ഞു നിൽക്കുകയാണ്. കാരണം തങ്ങളുടെ സഹജീവികളെ ഒരിക്കലും ഞങ്ങൾക്ക് തിന്നാനാവില്ല എന്ന രീതിയിൽ നൂമ പറയുകയാണ്. എന്നാൽ അതിലുള്ള കുറച്ച് ആളുകൾ പറയുന്നത് അവരെ ഇപ്പോൾ ജീവികളായിട്ട്, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരായിട്ട് കാണാതെ നമ്മുടെ ഭക്ഷണമായിട്ട് കാണാം. കാരണം ആളുകൾ ഇവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആളുകൾ വരുന്നത് വരെ നമുക്കിവിടെ ജീവനോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷിച്ചേ കഴിയുള്ളൂ. ഈ ലോകത്ത് ഇപ്പോൾ ഇവിടെ മഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ കിടക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനാണ്. നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മളത് ഭക്ഷിച്ചേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അതിൽ 1-2 ആളുകളെല്ലാം പോയിട്ട് ആ ശരീരം അങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കുകയാണ്. ഇതെല്ലാം നൂമയും കുറച്ച് ആളുകളും വളരെ ഭയത്തോടെ നോക്കിക്കാണാണ്. പക്ഷേ നൂമയുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും ആ കൂട്ടത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് നൂമയ്ക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. അവന് ഒരുപാട് പേടിയാവുകയാണ്. ഇനി തങ്ങൾ മരിച്ചാലും തങ്ങൾക്കും ഇതേ അവസ്ഥയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ അവർ പിന്നീടും ആ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ ലഗേജുകൾ ഒന്നുകൂടി പരിശോധിക്കുന്ന കൂട്ടത്തിൽ അവർക്കൊരു റേഡിയോ കിട്ടുകയാണ്. അതിൻ്റെ സിഗ്നൽ വെച്ചിട്ട് അവർ മാക്സിമം ആ റേഡിയോ വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ അവർക്ക് ആ റേഡിയോ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയാണ്. പിറ്റേന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നൂമ കാണുന്നത് തന്നോട് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം കൂട്ടത്തോടെ നിലവിളിക്കുകയാണ്. അവർ എന്താണ് കാര്യമെന്ന് നൂമ അന്വേഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് തങ്ങളെ രക്ഷിക്കാനുള്ള ആ ദൗത്യം അവിടുത്തെ ഗവൺമെൻറ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് അതികഠിനമായ ശൈത്യമാണ് അവർക്ക് മുമ്പിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന അവർക്ക് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വിശപ്പ് മാറ്റാൻ തങ്ങളുടെ സഹജീവികളുടെ ശരീരം അത് അവർ